നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു നിർത്തി. വിജയനഗര സാമ്രാജ്യത്തിലെ ആ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായർ, ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന കൃഷ്ണദേവരായർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പണ്ഡിത സദസ്സ് ഉണ്ടായിരുന്നു. ആ പണ്ഡിത സദസ്സിനെ കുറിച്ച് ആദ്യം പറയാം. അദ്ദേഹത്തിൻ്റെ ആ പണ്ഡിത സദസ്സായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെടുന്ന പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. അപ്പോൾ ആ അഷ്ടദിഗ്ഗജങ്ങളിൽ ഒരു പ്രധാനിയായിരുന്നു, ആ 8 പണ്ഡിതന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു അല്ലസാനി പെദണ്ണ. അല്ലസാനി പെദണ്ണ, ആന്ധ്ര കവിത പിതാമഹ എന്നറിയപ്പെട്ടിരുന്ന അല്ലസാനി പെദണ്ണ. ഇനി അതുപോലെ കൃഷ്ണദേവരായരുടെ കാലമായിരുന്നു ആന്ധ്ര സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആന്ധ്ര സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം. പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ വിദൂഷകൻ, ഈ അഷ്ടദിഗ്ഗജങ്ങളിൽ പെടുന്ന ഒരാൾ, അതാരായിരുന്നു എന്നറിയോ? തെന്നാലി രാമൻ. അഷ്ടദിഗ്ഗജങ്ങളിൽ പെടുന്ന ഒരാൾ തന്നെയായിരുന്നു, കൃഷ്ണദേവരായരുടെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു തെന്നാലി രാമൻ. പിന്നെ അതുപോലെ ഈ കൃഷ്ണദേവരായർ വളരെ പ്രശസ്തമായ 2 ക്ഷേത്രങ്ങൾ പണിയെടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹസാര സ്വാമി ക്ഷേത്രം, ഹസാര ക്ഷേത്രം അദ്ദേഹം പണിയെടുപ്പിച്ചതാണ്. അതുപോലെ വിറ്റല സ്വാമി ക്ഷേത്രം, ഹസാര ക്ഷേത്രവും വിറ്റല സ്വാമി ക്ഷേത്രവും പണിയെടുപ്പിച്ചത് കൃഷ്ണദേവരായരാണ്. അതുപോലെ ഈ വിജയനഗര സാമ്രാജ്യത്തിലെ മന്ത്രിമാർ, അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ദണ്ഡനായിക. വിജയനഗര സാമ്രാജ്യത്തിലെ മന്ത്രിമാരെയാണ് ദണ്ഡനായിക എന്ന് വിളിച്ചിരുന്നത്. അതുപോലെ അക്കാലത്ത് ഈ പ്രാദേശിക ഭരണത്തിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ഭരണകാലത്ത് പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം എന്നാണ്. അയ്യഗാർ സമ്പ്രദായം, പ്രാദേശിക ഭരണം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്തെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം എന്നാണ്. അതുപോലെ ഈ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ആരാധിച്ചിരുന്ന ദൈവം അത് ശിവനായിരുന്നു. ശിവനെ അവരൊരു പ്രത്യേക പേരിലാണ് വിളിച്ചത്. ശിവനെ വിളിച്ചിരുന്നത് വിരൂപാക്ഷൻ എന്നാണ്. അപ്പോൾ കൃഷ്ണദേവരായർ ഉൾപ്പെടെയുള്ള വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ആരാധിച്ചിരുന്ന ശിവനെ വിളിച്ചിരുന്നത് വിരൂപാക്ഷൻ എന്നാണ്. പിന്നെ എന്തായാലും വിജയനഗര സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം കൂടി പറയാം. വിജയനഗര സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. 1565 തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധത്തിന് വേറൊരു പേരുണ്ട്, രാക്ഷസ തങ്ങടി യുദ്ധം. രാക്ഷസ തങ്ങടി യുദ്ധം അതാണ്, അല്ലെങ്കിൽ തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചത് 1565. അപ്പോൾ കൃഷ്ണദേവരായരെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തിലെ മറ്റ് പ്രധാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്ന് പ്രധാനമായി സൂചിപ്പിച്ചത്. ശരിയല്ലേ? നിങ്ങൾ